ആരാപ്പാ വരുന്നത്? ആ, മരുമോനാണല്ലോ വരുന്നത്. ഇവനല്ല ഇന്നലെ വന്നു പോയത്. എന്നിപ്പം ഇങ്ങനെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എങ്ങനെ ശരിയാവില്ല. നാട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മതി. ഉമ്മ, ഞാനേ അവളെയും മോനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതേന്ന്. എന്നാ അങ്ങോട്ട് ചെല്ല്. അല്ലേ, എന്നിപ്പോ വന്ന് കാണണപ്പാ പെൺകുട്ടിനെയും കുട്ടിനെയും. ഇതിപ്പോൾ ആരെങ്കിലും കണ്ണിൽ കണ്ടാ മതി. ആ സെക്കിനാന്റെ കണ്ണിലൊക്കെ കാണും വേണം. സൂന്നുള്ളത് സുണ്ടങ്ങാന്നാക്കിയെടുക്കുന്ന ആൾക്കാരാണ്. ഇത് പോളെ പണി തന്നെ അങ്ങനെ വിളിച്ചെടുത്തല്ലോ ഓന്. അല്ല, ഓനക്ക് പണിയും തോരൊന്നുമില്ലേ? ഈ കുട്ടീനെ ഇപ്പോൾ ഇങ്ങനെ വന്ന് കാണലെന്നെ പണി. അയ്യേ, മോനെ ഇറങ്ങിയ? ആ, ഓനിപ്പതാ കിടന്നണ്ട ഉറങ്ങിയിട്ടുള്ളൂ. ഇക്ക വന്നതേ നന്നായി. ഞാൻ ആകെ ചടച്ചിരിക്കേന്ന്. മുണ്ടാനും പറയാനും ആളില്ലാഞ്ഞിട്ടേ. ഇമ്മയാണെങ്കിൽ എപ്പോഴും വരൂല വർത്താനം പറയാന്. ഉമ്മ പറയും കൂടുതലൊന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ ഉറങ്ങാൻ പറയും. ആകെ ചടച്ചിരിക്കാണ്. പിന്നെ ഇവിടുത്തെ അയൽവാസിത്തോരൊന്നും ഇങ്ങണ്ട് ആരും വരണില്ല. എപ്പോഴും വന്നു നോക്കൂല. അതിനല്ലേ ഞാൻ വന്നിക്കണത്, അനക്ക് സംസാരിക്കാൻ വേണ്ടിട്ട്. എന്താമ്മാ? ആ, അത് ഞാനേ മരുമോൻക്കേ ചായയാണോ വെള്ളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടേ. ഓനങ്ങനെ ചായ കുടിക്കലില്ല. അപ്പൊ ഇനി ചായ കലക്കണോ അതോ സർവത്ത് കലക്കണോന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതേന്ന്. വേണ്ട വേണ്ട, ഇക്ക് ചായയും വേണ്ട വെള്ളം വേണ്ട. ഞാൻ വരുമ്പോഴേ അവിടുന്ന് ചായ കുടിച്ചിട്ടാ വന്നത്. ആ, എന്നാ ഞാനേ വെള്ളം കലക്കാം. ചേർന്ന് ചായ കുടിച്ചിക്കണെന്നുണ്ടെങ്കിൽ വെള്ളം ഇപ്പൊ കലക്കി കുടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതുവരെ നിങ്ങൾ എന്തൊക്കെയും മുണ്ടിയും പറഞ്ഞിരിക്കി. ആ, മോന് നീളം വെച്ച് തുടങ്ങിയില്ലേടി. ഓ പിന്നെ ഇന്നലെ കണ്ട് വന്ന് കണ്ടു പോയപ്പോ കുട്ടിക്ക് ഇന്ന് വലിപ്പം വെക്കല്ലേ. ഓ, ഇക്കാന്റെ ഓരോരോ വർത്താനം കേൾക്കുമ്പോഴാണ് മനുഷ്യർക്ക് ചിറി വരുന്നത്. എന്താക്കാ ഇങ്ങനെ കണ്ട കുട്ടികൾ ഉണ്ടായിക്കണിച്ചിട്ട് ഇമാതിരി ഒരു സ്വഭാവം. അങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും മക്കള് വലുതാവൂലക്ക. ഇനിയിപ്പൊ പെണ്ണ് റൂമിന്റെ വാതിലെങ്ങനെ അടക്കോ? ഒരു സമാധാനവും ഇല്ല. മനുഷ്യൻ്റെ ഉള്ള സമാധാനം കൂടി പോയി. അല്ലേ, ഈ പെണ്ണെന്തിനാ ഈ ചെക്കൻ എങ്ങനെ വിളിച്ചിരുത്തണ്? പെറ്റെടുക്കാന്നുള്ള ഒരു ബോധയാതെ ചെക്കനും പെണ്ണും. ഈ മഴ ആയ കാരണാവൂലേ പണി കുറവ്. ഇങ്ങളെ അതേ സ്വഭാവമാണ് തങ്ങളെ മോനക്ക്. രാത്രി ഉറക്കൂല്ല, പിടിവാശിയും കൂടുതലാണ് ട്ടാ. എന്റെ കുട്ടിക്ക് പിന്നെ എന്റെ സ്വഭാവമല്ലേ കിട്ടല്. ഈ പറഞ്ഞ ആൾക്ക് തീരെ വാശിയില്ല തോന്നണ്. എന്താമ്മാ നിങ്ങളവിടെ നിന്ന് എത്തി നോക്കണേ? അതെ, മരുമോൻക്കേ ചായയില് ചായന്നാ പറഞ്ഞത്. അമ്മ മറന്നും പോവാണേ. വെള്ളം കലക്കണേലേ മധുരം കൂടുതലുമാണോ അതോ കുറവുമാണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ. ഓനെങ്ങനെ കണക്കെന്നൊക്കെ അറിയില്ലല്ലോ. ഇമ്മ എന്തൊക്കെയാ ചോദിക്കണത്? ഇക്ക ഇവിടെ ആദ്യമായിട്ടാണോ വരണത്? ഇമ്മനല്ലേ എക്കാക്ക് ഫുഡും ഒക്കെ കൊടുക്കല്. ഇമ്മാക്ക് അറിയില്ലേ എക്കാക്ക് എത്രത്തോളം മധുരം വേണം വേണ്ട എന്നുള്ളത്? ആ, ഞാനത് മറന്ന്. മധുരത്തിനൊന്നും പ്രശ്നമില്ലല്ലേ? നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കെ. ഞാനേ അത് നോക്കാൻ വേണ്ടി വന്നതേന്ന്. ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ആ, എന്നാ ഞാൻ ഇപ്പൊ കൊടുന്നേരട്ടെ വെള്ളം. സൂറാത്ത പണിയൊക്കെ ആ, മുരിങ്ങമരത്തുമെന്നേ 2 ഇല്ലി മുരിങ്ങടല പൊട്ടിക്കാലോചിച്ചിട്ട് വന്നതാണ്. മുരിങ്ങടല അപ്പുറത്തുനിന്ന് പൊട്ടിച്ചേ. എനിക്ക് വയ്യ തോട്ടി പൊന്തിക്കാൻ. എന്തോ ഒരു കനാന്നറിയാ തോട്ടി. അനക്ക് പറ്റണ മരിക്കിച്ച് പൊട്ടിച്ചോ. അവിടെ നോക്കി പൊട്ടിക്കൊണ്ടിട്ടോ. അവിടെ വെയ്ക്കലുണ്ട്. ഈ മഴ പെയ്തിട്ട് ഇച്ച് പിടിച്ചിട്ടേ. നിങ്ങൾ മരുമോൻ വന്നിക്കണില്ലേ? ഞാൻ കണ്ട് വരുമ്പോഴാണ് ഓണ്ട് കേറി വരുന്നത് കണ്ടതേ. ആ, ആ ചെക്ക ഇന്നും വന്നിക്കണേ. വരുന്നേനും പോണേനും ഒന്നല്ല. മരുമക്കളല്ലേ, മക്കളെ കാണാൻ വേണ്ടി വന്നോട്ടെ. എന്താ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വരിക? ഇത് ഇന്നലെയും വന്ന്, മിഞ്ഞാന്നും വന്ന്, 4-ാം നാളും വന്ന്, എന്നും അടുപ്പിച്ച് വരിക. എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടി വിളിച്ചിരുത്തുകയാണെന്ന്. ഇതിപ്പോ 40 കയ്യോളപ്പം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താപ്പോ ഞാൻ പറയാ? നിങ്ങൾക്ക് പറഞ്ഞൂടെ വരണ്ടാന്നുള്ളത്? പെറ്റെടുക്കണ പെൺകുട്ടിന്റെ അടുത്തേക്ക് ഇങ്ങനെ കയറി വരാൻ പറ്റൂല എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞൂടെ? പണ്ടത്തെ കാലത്തൊക്കെ ഒരു നായി അങ്ങോട്ട് എടുത്ത് വെച്ചാലും കമാന്നൊരക്ഷരം ഉണ്ടാൻ പാടിയാന്നാണ്. ഇപ്പത്തെ കാലത്ത് അങ്ങനെ ഒന്നുമില്ല.
ഇക്ക് മോത്തോക്കി പറഞ്ഞു മോശത്തരല്ലേ മരുമോനേച്ച് ഇങ്ങോട്ട് കയറണ്ടെന്ന് പറയാൻ പറ്റുമോ? ഓൻ പറയാണ് എന്നോട് ഇന്റെ പെണ്ണിനെ കുട്ടിനെയും കാണാനാണ് ഞാൻ വരണേന്ന് പറഞ്ഞാല് പിന്നെ ഇക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഇങ്ങനെ നിങ്ങളെ മരുമോനെ അടിക്കടിയോളെ കാണാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ മകൾക്കാട്ടോ കുഴപ്പം. കുറേ കഴിഞ്ഞ തലവേദനിക്കും, കണ്ണ് വേദനിക്കും. അല്ലെങ്കിൽ പണ്ടത്തെ ആണുങ്ങളൊന്നേ പെറ്റെടുക്കണ റൂമ് കണ്ട് കടക്കൂലായിരുന്നു. ഈ കുട്ടിക്ക് അങ്ങനത്തെ ഒരു കേടൊന്നും ഇല്ല തോന്നണില്ലേ? ഇപ്പൊ കുട്ടിനെ കാണാൻ വരിക എന്നുള്ള പേരില് ഓളെയും കാണാലോചിച്ചിട്ട് വരികയാണ്. അച്ഛ ചേച്ചിയെ നാണക്കേടാണ്. ആ വീടിന്റെ അവിടെ നിന്നൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയില്ലേ എന്നും പെറ്റെടുക്കണ പെണ്ണിനെ കാണാൻ വേണ്ടി വരിക എന്നുള്ളത്. അല്ലെന്നോ നിങ്ങളെ മരുമോനക്ക് പണിയൊന്നും ഇല്ലായിരിക്കോ? എന്റെ മകള് പെറ്റടന്നീന്നൊന്നേ എന്റെ മരുമോനെ ഞാൻ ആ പടി ചവിട്ടിക്കാൻ സമ്മതിക്കൂലായിരുന്നു. ഓളോട് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും കേറി വരാൻ സമ്മതിക്കരുത് ട്ടോന്ന്. ഓളും പിന്നെ ആ ചിട്ടയില് നിക്കും. അച്ഛേ നിങ്ങളെ മോളെന്താന്ന് ഇങ്ങനത്തെ ഒരു പെണ്ണ്? ഇച്ചേ വല്ല കുട്ടിനെ കാണാനാന്നുള്ള രീതിക്ക് ഒന്ന് ചെറുന്ന് പറഞ്ഞു നോക്ക്. എന്തെങ്കിലുമൊക്കെ നൈസിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്. ആ ഞാൻ എന്നാ ചെന്നിട്ടേ ഓളോടെ കുട്ടിനെ കാണാന്നുള്ള രീതിക്ക് പോയിട്ടേ എന്തെങ്കിലും നേക്കിൽ പറഞ്ഞു നോക്കട്ടെ. ആ ഓനക്ക് മനസ്സിലാവട്ടെ. ആ ആ ഞാൻ ഈ വെള്ളം കൊണ്ടേ പിന്നാലെ അങ്ങോട്ട് വരും ചെയ്യാം. ആ ഓൾക്ക് പിന്നെ എല്ലാ അടവും അറിയാം. നൈസിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. ആ അതൊക്കെ പറഞ്ഞത് ശരിയാണ് കേട്ടോ. കുഞ്ഞോളെ കുട്ടി ഉറങ്ങിയ? ആ മരുമോണ്ട് ഇവിടെ എപ്പോഴാ വന്നത്? മോളിതാ കുറച്ചേരമായി ഉറങ്ങിയിട്ട്. ഞാൻ എൻ്റെ ഉമ്മാനെ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ ഉമ്മ അടുക്കളയിൽ എന്തോ മെനക്കെട്ട പരിപാടിയാ. ഞാൻ കുട്ടിനെ കാണട്ടെ എന്നാണ് ഇങ്ങോട്ട് മേൻ കേറിയതാണ്. ഇജിന്നങ്ങണ്ട് ഡൈനിങ് ഹാൾക്ക് ഇരുന്നേ. ഓള് കുറച്ചേരേ ഉറങ്ങിക്കോട്ടെ. ഈ പെറ്റെടുക്കുന്ന ടൈമിലാണേ നല്ലോ ഉറങ്ങാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ ഉറക്കൊക്കെ കണക്കന്നെ ആവും. കുട്ടി ഉറങ്ങുമ്പോഴല്ലേ ഓൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇജിന്നാ ആ കുട്ടീനെയും കൊണ്ട് എങ്ങോട്ട് ഡൈനിങ് ഹാൾക്ക് ഇരുന്നേ. കുട്ടിനെ കളിപ്പിക്കാനല്ലേ വന്നത്. ഇമ്മ ഇമ്മ ഇവിടെ ഒന്ന് വരി. ആ മോളെ ഇത് വരണി. എന്തിനാ പെണ്ണ് ഇത്രയും കടുപ്പത്തി വിളിക്കണത്? എന്തിനാ പെണ്ണ് ഉമ്മാനെ വിളിക്കണേ? എന്തടി ഈ വിളിച്ച്? എന്തമ്മ നിങ്ങളെ രണ്ടാളി ഉദ്ദേശം? അല്ല കുറച്ചേരായി ഞാൻ ഈ കാണണേ. ഇമ്മാന്റെ ഈ തപ്പിപ്പൈ ഒക്കെ ഇക്ക ഇവിടെ വരണേനെ ഇമ്മാക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? അതിനിപ്പോ എന്താ? മരുമോൻ നല്ലതിനല്ലേ വരണത്. അന്യം കുട്ടിയെങ്കിലും കാണാൻ വേണ്ടിയിട്ടല്ലേ. നിങ്ങൾ കരുതണ പോലെ ഇതിന്റെ ഉള്ളിൽ ഒന്നും സംഭവിക്കണില്ല. പ്രസവിച്ചെടുക്കണേ ഇന്റെ അടുത്ത് ഇക്ക വന്നിക്കണ് കരുതിയാണ്ട്. ഇപ്പൊ 40 കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ പോക്കാന്റെ കൂടെ. അപ്പൊ നിങ്ങൾ രണ്ടാളിന്റെ പിന്നാലെ വരുമോ? ഇപ്പൊ പണ്ടത്തെ കാലമൊന്നല്ല. ഓരോരുത്തർക്കും അവരുടേതായ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുണ്ട്. പണ്ടത്തെ കാലത്തെ അരിനായി കണ്ടിട്ടുണ്ടെങ്കിലും മിണ്ടാൻ പാടിയാന്ന് പറഞ്ഞ കാലം എന്നല്ല ഇപ്പൊ. അതൊക്കെ മാറി. എന്നിട്ട് അങ്ങനത്തെ ആൾക്കാർക്കൊന്നും അസുഖങ്ങളില്ലേ? ഈ സംസാരിക്കുന്ന ആൾക്കാർക്ക് മാത്രം അസുഖങ്ങൾ വരുള്ളൂ. നിങ്ങൾ ഓരോരോ പഴഞ്ച നാമൂലുകളിട്ടെ ഇന്റെ അടുത്തേക്ക് വരരുത് കേട്ടോ. ഇക്ക വരണി കുട്ടിനെ കാണണി ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും കുറച്ചേരം സംസാരിക്കണി ഇക്കാണ്ട് എണീറ്റ് പോവുകയും ചെയ്യും. പിന്നെ വെറുതെ എന്തിനാണ് രണ്ടാളും കൂടി ഓരോന്ന് ഇങ്ങനെ പറയാൻ നിക്കണത്? ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന സംഭവങ്ങളൊന്നും നടക്കണില്ല, നടക്കൂല്ല. നിങ്ങൾ രണ്ടാള് ആ കാര്യത്തിൽ ടെൻഷൻ ആവണ്ട. ഒന്നല്ലെങ്കിൽ അത്യാവശ്യത്തിന് ഈ ഒരു വിദ്യാഭ്യാസേ ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ പെരുമാറാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. ആ മോളെ ഞാൻ പറയാൻ മറന്ന്. ഞാനേ കറിക്ക് മുരിങ്ങയില പൊട്ടിക്കാൻ വേണ്ടി വന്നതേന്ന്. അപ്പോഴാണ് അന്യം കുട്ടിനെ കാണാലോചിച്ചിട്ട് വന്നത്. ഞാൻ എന്നാ പോയിട്ടാ സുറാത്ത, ഞാൻ പോയിട്ടാ. നിങ്ങള് വർത്താനം പറഞ്ഞിരിക്കെ. ആ നിങ്ങൾ രണ്ടാളും വർത്താനം പറയും. ഞാനേ വെള്ളം ക്ലാസ്സൊക്കെ വയ്ക്കുമ്പോഴേന്ന് ഇജ്ജ് വിളിച്ചത്. ഞാൻ എടുക്കാൻ മറന്ന്. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. പാവക്ക പേടിച്ചിട്ടാണേ.